ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോണേ മൈൻക്രാഫ്റ്റിന്റെ ബെഡ് റോക്ക് ആണ് ഗൈസ്. പക്ഷെ നമ്മൾ നേരത്തെ മൈൻക്രാഫ്റ്റ് കളിച്ച ജാവ ആണെങ്കിൽ ഇത് ബെഡ് റോക്ക് ആണ് ഗൈസ് നമ്മൾ കളിക്കണേ. പിന്നെ നമ്മൾ നേരെ എന്നത് വില്ലേജാണ്. വില്ലേജിലെ ചെസ്റ്റ് മൊത്തം ലൂട്ടിപ്പ് ഇത് കിട്ടി. പിന്നെ കുറച്ച് ഡാമേജ് ഒക്കെ പോയി. ഇത് നമ്മുടെ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ വെർഷൻ എന്ന് പറയുമ്പോൾ 1.21 ആണ് ഗൈസ്. ഞാൻ എൻ്റെ 2 GB റാമിലെ സാധനത്തിലാണ് 2 GB റാമില് ഞാൻ 1.21 കളിക്കുന്നത്. പൊളിയാണ്. നമുക്ക് ഇതിനകത്ത് സ്മൂത്തായിട്ട് കളിക്കാം ഗൈസ്. നോക്ക്, വലിയ ലാഗൊന്നുമില്ല, സ്മൂത്തായിട്ട് കളിക്കാം. പക്ഷെ നമ്മൾ ജാവയിൽ കളിക്കുകയാണെങ്കിൽ ഒട്ടും കളിക്കാൻ പറ്റില്ല, 1 FPS കിട്ടുള്ളൂ. ഞാനിങ്ങനെ ഇന്ന് മറ്റേ ബെഡ് റോക്ക് കയറ്റി ഗൈസ്. ബെഡ് റോക്ക് ഈസ് ബെറ്റർ ദാൻ ജാവ. അയ്യോ അയ്യോ, ക്രീപ്പർ പൊട്ടല്ലേ. ഹെൽത്തില്ല. നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഫർണസ് എല്ലാം ഉണ്ടാക്കണം. ഇനി ഓടാനും പറ്റൂല. ഈ സാധാ റോഡ് ഫുഡ് ഇപ്പൊ കഴിച്ചാൽ ശരിയാവില്ല. കുറച്ച് മരം വെട്ടണം. മരം വെട്ടിട്ട് വരാൻ കഴിച്ചു. അങ്ങോട്ട് എത്താൻ കുറച്ച് സമയം പിടിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഫാനിന്റെ വെച്ചാണ് കഴിച്ചു. അതാരും കാര്യമാക്കണ്ട. ഹാർഡ് കോർ കളിക്കണമെങ്കിൽ പറ കഴിച്ചു. നമുക്ക് ഒരു ഹാർഡ് കോർ കളിക്കാം. പക്ഷെ ബെഡ് റോക്കിൽ ഹാർഡ് കോർ ഉണ്ടാവില്ല. നമുക്ക് ജാവയിൽ ഇത് കളിച്ചാൽ പോലെ കഴിച്ചു. ഹാർഡ് കോർ ലൈഫില്ല, അതാണ് പ്രശ്നം. ഗൈസ്, നമ്മുടെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഷോർട്സ് ഇട്ടായിരുന്നു. നമ്മളോട് പറഞ്ഞെന്നാന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ. ബട്ട് എൻ്റെ 2 GB റാമാണ്ട് ഞാൻ പറഞ്ഞില്ലേ. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ലാഗ് അടിക്കണ്ട. എന്നാന്നറിയില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോയാ ലാഗ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഗെയിം കളിക്കൂലേ, ഗെയിം പ്ലേ കളിക്കുമ്പോൾ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സെയിം സാധനം പോലെ തന്നെയാ, ഒരു ലാഗൂല. പക്ഷെ നമ്മൾ നേരെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ മൗസ് പോയിന്ററൊക്കെ ഇങ്ങനെ സ്റ്റെക്കായിട്ടാണ് പോണേ. കാരണം ഇതായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇത്ര മതി. എടുത്ത് ഇവിടെ വെച്ച് പിന്നെ ഇനി എന്താ ഉണ്ടാക്കണ്ടേ? ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. രണ്ട് സ്റ്റിക്ക്, അതായത് 12-16 സ്റ്റിക്ക് ഇരുന്നോട്ടെ. പിന്നെ ഇനി ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ ഒക്കെയാണ് ഇഷ്ടം. ഇതിനകത്ത് നമുക്ക് എന്തുണ്ടാക്കണം? എന്താ ഉണ്ടാക്കണ്ട? നമുക്ക് മറ്റേ സോഡും പിക്കാക്സും ഉണ്ടാക്കാം. സോഡ്, ഒരു പിക്കാക്സ് ഇരിക്കട്ടെ, സോഡ ഒരെണ്ണം, പിന്നെ ഒരു ആക്സ് കൊണ്ട് മതി. ഇത്ര മതി. നമുക്കിനി ഇത് പൊട്ടിക്കാം. ഇനി കുറച്ച് കോബിൾ സ്റ്റോൺ വേണം. താഴേട്ട് ഇറങ്ങാൻ പയ്യ. ഇവിടെ ഒരു ആടി കണ്ട. ആടിനോണ്ടൊന്നുമില്ല. ചവ് പത്തു. ഇനി ഇവിടുത്തെ ഈ കോബിൾ സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാം. ഒക്കെ പൊട്ടിക്കൊണ്ട് പോവാം. കോബിൾ സ്റ്റോൺ കുറച്ചധികം വേണം. കുറച്ച് കോബിൾ സ്റ്റോൺ എത്രണ്ണായി? ഇപ്പൊ 9 എണ്ണം ആയോളൂ. ഇവിടെ രാത്രി ആവാറായി തോന്നുന്നു. കുറച്ചുകൊണ്ട് എടുത്തിട്ട് പെട്ടെന്ന് പോവാം. ഒരു 3 എണ്ണം കൊണ്ട് എടുക്കാം. 1 2 3. ഇപ്പൊ തൽക്കാലം ഇത്ര മതി. സ്പ്രിന്റ് ചെയ്യാൻ പറ്റൂല. മറ്റേ അങ്കർപാട് കുറഞ്ഞ്. പിന്നെ ഇവിടെ നിന്ന് വല്ല ചത്ത പിന്നെ അതായി. രാത്രി ആവാറായി. അങ്ങോട്ട് ഇരുട്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് വെളിച്ചം, അങ്ങോട്ട് കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇരുട്ടിയിരിക്കുന്നു. അത് നമുക്കിനി പോയി കിടക്കാം. ഇവിടെ അല്ല, നമുക്ക് ഇവിടെ പോയി കിടക്കാം.
ഇതാണ് നമ്മുടെ വീട്. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. നമ്മൾ എണീച്ചു. ഇനി ഇവിടെ ഒരു ക്രാഫ്റ്റ് ടേബിൾ വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ചെറിയൊരു ലാഗ് ഉണ്ടാവും ഗൈസ്. 1.21 അല്ലേ, അത് ഇത്രയും 2 GB കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പുണ്യമല്ലേ ഗൈസ്. നമുക്കിനി എല്ലാ സാധനം അപ്ഗ്രേഡ് ചെയ്യാം. സോഡ് മാറ്റി, പിക്കാക്സ്, ഒരു ആക്സ്, വേറെന്തെങ്കിലും വേണോ? ഇനി വേണ്ട, ഇനിയൊന്നും വേണ്ട. വേറെ കാര്യം, ഫുഡ് എടുക്കട്ടെ. ടേബിള് കയ്യിലിട്ടുണ്ടായിരുന്നല്ലേ. കിട്ടി. ഇതൊക്കെ ചൂടാക്കാൻ വയ്ക്കാൻ ഫർണസ് ഉണ്ടാക്കണ്ടേ? ഫർണസ് വേണ്ട. നമുക്ക് നെതറിൽ പോകണം ഗൈസ്. പിന്നെ ഈ ബാസ്റ്റിങ് കണ്ടുപിടിച്ചിട്ട് ഇന്നത്തെ നെതറൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഫർണസിൽ ആടിൻ്റെ ഇറച്ചി, പിന്നെ വുഡ്. ഇത് വെക്കണ്ട. നമ്മുടെ പഴയ ടൂൾസ് വെച്ച് പോവാം. അതുകൊണ്ട് നമുക്ക് വുഡ് വയ്ക്കാം. ഞാൻ ഇതിനിപ്പോൾ വീണ്ടും കൊണ്ടേക്ക് കയറിയ ഞാൻ ഇവിടെ ഒരു കുഴിച്ച എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു മൈനിങ് ഏരിയ പോലെ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു ഗൈസ്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. പുറത്തുനിന്ന് വല്ല വിഷയം ഉണ്ടോ നോക്കിയിട്ട് വരാം. പുറത്തൊന്നും വലിയ വിഷയമൊന്നുമില്ല. വിഷയം ഉണ്ടായാലും ഇപ്പം എന്നാ. പിന്നെ സെർവർ ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വേണേൽ ഉണ്ടാക്കാം. പിന്നെ കൂട്ടുകാരുടെ ഒപ്പം കളിക്കണേ പറഞ്ഞാൽ അത്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഒപ്പം മൊബൈൽ ഗെയിമും പീസായിട്ട് ഇങ്ങനെ കളിക്കാം ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം. എവിടെ വേറെ ഇപ്പം നമ്മൾ ഈ രണ്ടാമത് കുഴിച്ചില്ലേ, അത് കാരണം ഇനി നമുക്ക് ഇവിടെ ഈ വുഡ് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം കൃത്യമായി. ഇനി നമ്മളിതിൻ്റെ ഉള്ളികറ കയറിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാത്തന്നെ. ഇനി നമുക്ക് പിന്നെ വേറെ കാര്യം കഴിച്ച്, ഈ ബെഡ് റോക്കിൽ ഭയങ്കര പയ്യെ ഈ ഹാർട്ടൊക്കെ കയറുള്ളൂ ഫുഡ് കഴിച്ചാൽ. പക്ഷെ ജാവലാണെങ്കിൽ ടിങ്ങർ അപ്പം തന്നെ കയറും. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കളിക്കാം. ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലോ ടോയ്സ്. ലൈക്ക് അടിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 വയ്ക്കാം. വെറും 10K എന്നല്ല ഗൈസ് ഞാൻ പറയണത്, വെറും ഒരു 10 ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഗൈസ്. ഇപ്പം നമുക്ക് ഈ ഫുഡ് കിട്ടി. ഇനി ഇതുകൊണ്ടാണ് വെച്ചത് ഇങ്ങനെ. ഇപ്പം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട വരില്ല ഗൈസ്. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കും. അയണൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതീക്കടെ അയൺ ഓറല്ലേ മറ്റേ സാധനം. ഇപ്പം നമുക്ക് എന്തുണ്ടാക്കാൻ പിന്നെ ജസ്റ്റ് അവിടെ സാരില്ല. അപ്പൊ നമുക്ക് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. ഒരു ജസ്റ്റ് മതിയായിരിക്കൂലേ? കാർപ്പറ്റ് പൊട്ടിക്കാല്ലേ മറക്കും. ജസ്റ്റ് വെച്ച് ഇവിടെ ഒരു കാർപ്പറ്റ് ഇട്ടേക്കാം. ജസ്റ്റിൽ ഇനി നമുക്ക് ഇത് പോട്ടെ, സാപ്ലിംഗ് പോട്ടെ, സീഡ് ഇത് പോട്ടെ, ബീഫ് റോ വേണ്ട, ഫെദർ പോട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. നമുക്കിനി ഇത് വെച്ച് ഇത് പോട്ടെ. ഞാൻ ചൂടാവട്ടെ. നമുക്കിനി കുറച്ച് ഇതുകൊണ്ടും വെച്ചേക്കാം.
പിന്നെ ഇനി വേണ്ടേ, പിന്നെ നമുക്കിനി ഒരു മിനിറ്റ് ഇതിന്റെ മ്യൂസിക് നോക്കി കിട്ടാം. മ്യൂസിക് അലമ്പുക. മ്യൂസിക് എവിടെയാണോ? ഓടിപ്പോയി നോക്കാം. കുറച്ചിടാം. നമുക്കിനി ടെസ്റ്റ് എടുത്തായിരുന്നു. ഇതെടുത്തോളാം. പിന്നെ നമുക്ക് ഇതിൽ നിന്നാണ് മറ്റേ സാധനം കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ലെതർ ആർമർ ഉണ്ടോ? ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ ബെഡറാണ്. അയ്യോ എടാ, ക്രീപ്പർ ഇവിടുന്ന് പോയില്ലേ? പൊട്ടല്ലേ എടാ, പൊട്ടിയടാ. എന്ത് കഷ്ടാടാ. കുറച്ച് അയൺ കിട്ടുമോ നോക്കാം ഗൈസ്. കുറെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേ ബെഡ് റോക്കിൽ നമുക്ക് ഇവിടെ ഇത് വെക്കാൻ പറ്റില്ല, ടോർച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ടോർച്ച് എടുക്കാം. ഒന്നല്ല, കുറച്ചെടുക്കാം. ഇനി ഇത് അവിടെ ഇരുന്നോളും. പിന്നെ ഇനി നമ്മുടെ മൈനിങ് ഏരിയയിട്ട് പോവാം. ടോർച്ച് ഇങ്ങനെ പിടിച്ചാൽ വെട്ടം വരില്ല അല്ലേ? വെക്കാം. ഇനി ഇതൊക്കെ പൊട്ടിക്കാം. ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഗൈസ്. ഇപ്പോൾ ഇച്ചിരി ഷോർട്ടായി പോയി തോന്നുന്നു വീഡിയോ. പക്ഷെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അയണിൻ്റെ എല്ലാ ആർമറും സെറ്റ് ആക്കിയിട്ട്, എല്ലാ ആർമറും അല്ല, ഡയമണ്ട് വേണേൽ നമുക്ക് നോക്കാം, അയൺ നോക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ സൈനിങ് ഔട്ട്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.